എല്ലാവർക്കും നമസ്കാരം. വെക്കേഷനുകൾ ഇഷ്ടപ്പെടാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? നമുക്കെല്ലാവർക്കും വെക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതങ്ങളിൽ തിരക്കിട്ട സമയങ്ങളിൽ നമുക്ക് വെക്കേഷൻസിന് പോവുകയോ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാനോ നമുക്ക് കഴിയാറില്ല. എന്നാൽ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ എല്ലാ ദിവസവും നമുക്ക് വെക്കേഷൻ ആഘോഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ? അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കൂടിയിട്ടാണ് ഉള്ളൊരു പ്രൊജക്റ്റിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളത് വൈറ്റ്ലയിലാണ്. വൈറ്റ്ലയിൽ ശോഭയുടെ അറ്റ്ലാന്റിസ് എന്ന പ്രൊജക്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ശോഭ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടാഗ് ലൈൻ തന്നെ സ്റ്റേക്കേഷൻ ഫോർ ലൈഫ് എന്ന് പറഞ്ഞാണ്. അത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ തന്നെ എല്ലാവിധ ഫെസിലിറ്റീസും എമ്യൂണിറ്റീസും ആ ഒരു സ്റ്റേക്കേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ശോഭ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും സുവിശേഷതകളും പറയാനായി എൻ്റെ കൂടെ ഇന്നുള്ളത് ശോഭ ലിമിറ്റഡിൻ്റെ AGM മിസ്റ്റർ ശിവപ്രസാദാണ്. വെൽക്കം മാസ്റ്റർ. താങ്ക് യു സോ മച്ച് ശിവ. താങ്ക് യു ഫോർ ഹാവിങ് മീ. സോ ശിവ, നമ്മളിപ്പോൾ എന്താ പറയണ, ഇപ്പോൾ ശോഭ അറ്റ്ലാന്റിസിലാണ് നിൽക്കുന്നത്. സോ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് വൈറ്റ്ലയാണ്. സോ എന്താണ് ഈ ഒരു ലൊക്കേഷൻ്റെ സവിശേഷത, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ലൊക്കേഷൻ ആൾക്കാർ തിരഞ്ഞെടുക്കേണ്ടത്? ജസ്റ്റ് ഒന്ന് പറയാമോ? തീർച്ചയായും. മാർസൽ, എപ്പോഴും റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ ഒരു മേജർ പോയിന്റ് എന്ന് പറയുന്നത് ലൊക്കേഷൻ ആയിരിക്കും. തീർച്ചയായും. ഇപ്പോൾ ഒരു ലാൻഡ് ആയിക്കോട്ടെ, ഹൗസ് ആയിക്കോട്ടെ, ഫ്ലാറ്റ് ആയിക്കോട്ടെ, എന്താണെങ്കിൽ തന്നെ അത് ഏതൊരു ആംഗിളിൽ നിന്ന് തിങ്ക് ചെയ്താലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്ററിൻ്റെ ആംഗിളിൽ നിന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിട്ടേൺസ് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആ ലൊക്കേഷൻ ആയിരിക്കും. ആ ലൊക്കേഷൻ തന്നെയാണ് ഒരു ഫ്യൂച്ചർ അപ്രിസിയേഷൻ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ. ഒരു എൻഡ് യൂസറിൻ്റെ ആംഗിളിൽ നിന്ന് തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്, എല്ലാ മേജർ ആക്സസിബിലിറ്റി പോയിന്റ്സിലേക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ഷോപ്പിംഗ് മോൾസ്, ഓൾ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, ഇങ്ങനെ എല്ലാം ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറും ലൊക്കേഷനാണ്. തീർച്ചയായും. സോ എന്തുകൊണ്ട് നമ്മൾ ഏതൊരു സമയത്തും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ വീടോ വാങ്ങാൻ തീരുമാനിക്കുമ്പോഴും ലൊക്കേഷൻ ഏറ്റവും ബെറ്റർ ആയിരിക്കണം എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഫാക്ടർ. വൈറ്റ്ലയുടെ കാര്യം വരുമ്പോഴത്തേക്ക് വൈറ്റ്ല ഒരു സിറ്റി സെൻറ്ററിലുള്ള ഒരു ലൊക്കേഷനാണ്. ഹൃദയം, കൊച്ചിയുടെ ഹൃദയം എന്ന് തന്നെ പറയാം. ഈ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഒരു സിറ്റി സെൻറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു ഭാഗത്തേക്കും പോകാനായിട്ട്, ഫോർ എക്സാമ്പിൾ ആലപ്പി സൈഡിലേക്കാണെങ്കിലോ, തൃശ്ശൂർ സൈഡിലേക്കാണെങ്കിലോ, കോട്ടയം സൈഡിലേക്കാണെങ്കിലോ, ഏത് ഭാഗത്തേക്ക് പോകാനാണ് ഈസി ആക്സസിബിൾ ആണ്. ഒപ്പം തന്നെ കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്. വൈറ്റ്ലയിൽ ഓൾ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് തന്നെ പറയാം. ഫോർ എക്സാമ്പിൾ മെട്രോ സ്റ്റേഷൻ ഉണ്ട്, മെട്രോ റെയിൽ. എത്ര ദൂരമാണ് നമ്മുടെ പ്രൊജക്റ്റിൽ നിന്നൊരു ഹാർഡ്ലി 400 മീറ്റേഴ്സ്. അതുപോലെ തന്നെ വൈറ്റ്ല മൊബിലിറ്റി ഹബ്, ആ ഹബിലും ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ഇപ്പോൾ വാട്ടർ മെട്രോ, വാട്ടർ മെട്രോയുടെ റൂട്ട് ഇതിലെയാണ് പോകുന്നത്, ഇതിനടുത്തൂടെയാണ് പോകുന്നത്. അതായത് ഇപ്പോൾ കാക്കനാടേക്കെല്ലാം പോകുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡിലൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മെട്രോയുടെ സെക്കൻഡ് ഫേസ് നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് കാക്കനാടേക്കാണ് കണക്ട് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു പീരീഡും അതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് കംപ്ലീഷനും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ ആയിരിക്കും വരിക. ഇപ്പോൾ ഒരു എൻഡ് യൂസർ ഒരാൾ താമസിക്കുമ്പോൾ അവർ മേജറായിട്ടും നോക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ആദ്യം പറഞ്ഞ കണക്ടിവിറ്റി ഒരു ഫാക്ടറാണ്. അതുപോലെ സ്കൂൾസ് എല്ലാം അടുത്താണോ എന്ന് നോക്കും. ഇപ്പോൾ നമ്മളുടെ മേജർ കൊച്ചിയിലുള്ള എല്ലാ സ്കൂൾസും ഇവിടെ നിന്ന് വളരെ അടുത്തായിട്ടാണ്. ഇപ്പോൾ ചോയ്സ് വളരെ അടുത്തായിട്ടാണ്, ടോക്കേച്ച് അടുത്താണ്, രാജഗിരി, അങ്ങനെ പല സ്കൂൾസും നമ്മുടെ ഇവിടുന്ന് ഈസിലി ആക്സസിബിൾ ആണ്. ഹോസ്പിറ്റൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലേക്ക് ഷോർ ഹോസ്പിറ്റലുണ്ട്, മെഡിക്കൽ സെൻറ്റർ ഉണ്ട്, മെഡിക്കൽ ട്രസ്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് എല്ലാം വളരെ നിയർ ബൈ ആണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെയാണ് വൈറ്റ്ല എന്ന് പറയുന്ന ലൊക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്. സോ ഇനി ശിവ, നമ്മളിപ്പോൾ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ശോഭ. ഇപ്പോൾ ശോഭ എന്ന് പറയുന്ന ഒരു ഡെവലപ്പർ, ഇറ്റ്സ് വൺ ഓഫ് ദ ടോപ്പ് ഡെവലപ്പേഴ്സ് ഇൻ ഇന്ത്യ. സോ ശോഭനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ബട്ട് സ്റ്റിൽ അത് അറിയാത്ത ആൾക്കാരിലോട്ട് ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം, എന്തുകൊണ്ട് ശോഭ, വൈ ഷുഡ് ഐ ഇൻവെസ്റ്റ് ഇൻ ശോഭ? മറ്റുള്ള ഡെവലപ്പേഴ്സിൽ നിന്ന് എന്താണ് ശോഭയെ ഡിഫറെൻ്റ്ലി എന്താ പറയുക പ്ലേസ് ചെയ്തിരിക്കുന്നത്? മാസൽ, ഈ ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ ഒരു 3 ഡിക്കേഡ്സിൻ്റെ എക്സ്പെർട്ടൈസ് ഉള്ളൊരു കമ്പനിയാണ് ശോഭ ലിമിറ്റഡ്. 95 ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഒരു 14 സ്റ്റേറ്റ്സിൽ 27 സിറ്റീസിൽ ഓപ്പറേഷൻസ് ഉള്ളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ശോഭ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈം മുതൽ നമ്മൾ ഈ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ക്വാളിറ്റി എന്ന് പറയുന്നത്, ക്ലയൻറ്റിന് ഏറ്റവും എൻഡ് ഓഫ് ദി ഡേ ഏറ്റവും ബെറ്റർ ഒരു പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. സോ അന്ന് മുതൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒത്തിരി പ്രോസസ്സ്
പ്രൊസീജിയേഴ്സ് എല്ലാം ഉണ്ട്. സോ അത് തന്നെയാണ് ഈ പറയുന്നൊരു ചെറിയൊരു പീരീഡിനുള്ളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ട് മാറാൻ കാരണം. ഇന്ത്യയിൽ നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷനിൽ തന്നെ ശോഭ ഒരു ബാക്ക്വേർഡ് ഇൻ്റഗ്രേറ്റഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അങ്ങനെ ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റ് ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ലൈക്ക് വി ഹാവ് അവർ ഓൺ ഡിപ്പാർട്ട്മെന്റ്സ്. ഇപ്പോൾ നമ്മൾ ഫ്രം ഡിസൈൻ ടിൽ എക്സിക്യൂഷൻ എല്ലാം ഇൻഹൗസ് ചെയ്യുന്ന. അപ്പോൾ നിങ്ങൾ കൂടുതലും ഇൻഹൗസ് ആണ് നിങ്ങൾ കൂടുതലും എല്ലാം എക്സിക്യൂഷൻ ചെയ്യുന്നത്? കറക്റ്റ്. നമ്മൾ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന പല മെറ്റീരിയൽസും നമുക്ക് ഇൻഹൗസ് ഫാക്ടറീസ് ഉണ്ട്. നമ്മളുടെ ഓൺ പ്രോഡക്ട്സ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ വി ഹാവ് എ മെറ്റൽ ആൻഡ് ഗ്ലേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ വി ഹാവ് ഇന്റീരിയർ ഡിവിഷൻ. സോ ഇതിൻ്റെ എല്ലാം ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫൈനൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല. ബിക്കോസ് ഞങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ക്വാളിറ്റി പോയിന്റ്സ് ഉണ്ട്. സോ ഞങ്ങളുടെ തന്നെ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ക്വാളിറ്റി എൻഡ് ഓഫ് ദി ഡേ എൻഷുർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ലൈക്ക് കസ്റ്റമറിന് ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് 100% എഷ്യൂർ ചെയ്യാൻ പറ്റും. സോ അതാണ് ദാറ്റ് മേക്സ് ശോഭ സ്റ്റാൻഡ് ഔട്ട് ഫ്രം റെസ്റ്റ് ഓഫ് ദ ഡെവലപ്പേഴ്സ്. അതെ, ഇപ്പം ഒരുപാട് നാഷണൽ പ്ലേയേഴ്സ് ഉണ്ടാവും മാർക്കറ്റിൽ. സോ എന്തുകൊണ്ട് ശോഭ അവരിൽ നിന്നും വ്യത്യസ്തമാകുന്നു എന്ന് പറയുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇമ്പോർട്ടൻസ്. അതായത് എപ്പോഴും പലരും പല വർക്ക്സും സബ് കോൺട്രാക്ട് ഔട്ട്സോഴ്സ് ചെയ്യുന്ന സ്ഥാനത്ത് നമ്മളെല്ലാം ഇൻഹൗസ് ചെയ്തുകൊണ്ട് തന്നെ. സോ നമ്മൾ ഫോളോ ചെയ്യുന്ന വി ഹാവ് ഓൾമോസ്റ്റ് 1456 ചെക്ക് പോയിന്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ചെക്ക് പോയിന്റ്സ് ഉണ്ട്. ഫൈനലി ബിഫോർ ഹാൻഡിങ് ഓവർ വി ഹാവ് 72 ചെക്ക് ലിസ്റ്റ് ഉണ്ട്. സോ ഇതെല്ലാം എൻഷുർ ചെയ്യുന്നത് അറ്റ് ദി എൻഡ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അത് ഏറ്റവും ബെറ്റർ ആക്കി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഫൈനൽ ഹാൻഡിങ് ഓവറിന് മുമ്പേ നമ്മളൊരു 4 സ്നാഗിങ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു കമ്പനിയുമാണ്. ഇതിനെല്ലാം ശേഷമാണ് ഒരു ക്ലയന്റിന് അവരുടെ ആ ഒരു ഫൈനൽ ഡ്രീം ഹോം ഡെലിവറി അവരുടെ കയ്യിലേക്ക് തീർച്ചയായിട്ടും കിട്ടുന്നത്. അറ്റ്ലാന്റിസിന്റെ ഒരു മിനി മോഡൽ ഇവിടെ ഓഫീസിലുണ്ട് അല്ലേ? അതെ. ഓക്കെ, സോ നമുക്ക് അതിലോട്ട് നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമുക്ക് തീർച്ചയായും കാര്യങ്ങളും വരും മാസം ഞാൻ പറയാം. ഇപ്പോൾ മാസിൽ ഇതാണ് നമ്മളുടെ ഈ പ്രൊജക്റ്റിന്റെ ഒരു മിനിയേച്ചർ മോഡൽ. ഓക്കെ, ശോഭ അറ്റ്ലാന്റിസ്. സോ എക്സാക്ട്ലി ഇതുപോലെ തന്നെ ആയിരിക്കും പ്രൊജക്റ്റ് ഫിനിഷ് ആകുമ്പോൾ വരുന്നത്. ഒരു 4 acres 69 സെൻസിൽ 4 അപ്പാർട്ട്മെന്റ് ടവേഴ്സ് 384 യൂണിറ്റ്സ് ഇങ്ങനെയാണ് ഈ എൻറ്റയർ പ്രൊജക്റ്റും വരിക. ശരി. സോ ഈ 4 acres 69 സെൻസ് 4 ടവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു സിംഗിൾ സ്ട്രക്ചറായിട്ട് തോന്നുമെങ്കിൽ 4 ഇൻഡിപെൻഡന്റ് അപ്പാർട്ട്മെന്റ് ടവേഴ്സ് ആണ്. അതിന്റെ ഗ്രൗണ്ട് പ്ലസ് 3 ലെവൽസ് പാർക്കിംഗ് ലെവൽ മാത്രമേ കണക്ട് ആവുന്നുള്ളൂ. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഗ്രൗണ്ട് പ്ലസ് 3 പോഡിയം ഫ്ലോർസ് അല്ലേ? അതെ, അത് എക്സ്ക്ലൂസീവ്ലി കാർ പാർക്കിംഗ് ആണ്. ബിൽഡിംഗിന്റെ 4th ഫ്ലോർ ലെവലിൽ നിന്നാണ് അപ്പാർട്ട്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻറ്റയർ ബിൽഡിംഗ് ഒരു 27 ഫ്ലോർസ് ഉണ്ടെങ്കിൽ അതിൽ 24 ഫ്ലോർസ് ആണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്സ്. അപ്പോൾ ശരിക്കും അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്ന ഒരു 4th ഫ്ലോറിലാണ് അപ്പാർട്ട്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഒരു ഫ്ലോറിൽ 4 അപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും വരിക. 4 അപ്പാർട്ട്മെന്റ്സ് ആണ് ഒരു ഫ്ലോറിൽ വരുന്നത്. ഇത് എത്ര ബെഡ്റൂമിലേക്കാണ് വരുന്നത്? നമുക്കിവിടെ 3 and 4 ബെഡ്റൂം യൂണിറ്റ്സ് ആണുള്ളത്. 3 ബെഡ്റൂമിൽ വരുമ്പോൾ ഒരു 1850 സ്ക്വയർ ഫീറ്റ് ആണ് ഏറ്റവും മിനിമം സൈസ് വരിക. 2300 സ്ക്വയർ ഫീറ്റ് ആണ് ഏറ്റവും മാക്സിമം സൈസ് 3 ബെഡ്റൂമിന്റെ. 4 ബെഡ്റൂം ആകുമ്പോൾ ഒരു 3100 സ്ക്വയർ ഫീറ്റ് ആണ് 4 ബെഡ്റൂം യൂണിറ്റ്സ് വരുന്നത്. സൈസ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്ലോറിൽ 4 അപ്പാർട്ട്മെന്റ്സിൽ ഒരു 4 ബെഡ്റൂം യൂണിറ്റും ബാക്കി 3 3 ബെഡ്റൂം യൂണിറ്റ്സ് ആണ്. അതിൽ ചില 3 ബെഡ്റൂം യൂണിറ്റ്സിൽ നമുക്കിപ്പം 3 ബെഡ്റൂം പ്ലസ് മെയ്ഡ്സ് റൂം വരുന്ന ഓപ്ഷൻ ഉണ്ട്. 3 ബെഡ്റൂം പ്ലസ് സ്റ്റഡി പ്ലസ് മെയ്ഡ്സ് റൂം വരുന്ന ഓപ്ഷൻ ഉണ്ട്. സോ പല കോമ്പിനേഷൻസിനുള്ള അപ്പാർട്ട്മെന്റ്സ് അവൈലബിൾ ആണ്. അതെ. സോ ബേസിക്കലി ലൈക്ക് ഈ കാണുന്നതെല്ലാം ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമല്ലേ? ഈ ഒരു ഫെസിലിറ്റീസും എല്ലാം ഇതിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ്. അതെ, മാക്സിമം ഒരു ഓപ്പൺ സ്പേസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ ഈ പ്രൊജക്ട് ടോട്ടലി ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ പ്രൊജക്ടിന്റെ അഡ്വർടൈസ്മെന്റിൽ പറയുന്ന പോലെ ഒരു സ്റ്റേക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ പ്രൊജക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫെസിലിറ്റീസ് ഒക്കെ തന്നെയാണെങ്കിൽ നമുക്കൊരു ഇൻഡിപെൻഡന്റ് ക്ലബ് ഹൗസ് ഉണ്ട്. അതുകൂടാതെ നമുക്കൊരു വേവ് പൂൾ ഉണ്ട്, ഒരു ബീച്ച് വോളിബോൾ കോർട്ട് ഉണ്ട്, ഒരു മൾട്ടി കോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഒരു റിപ്പോസ് കോണ്, ഒരു നമുക്കൊരു ഫ്രീ ടൈം ആയിട്ടും പോയിരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏരിയാസ് ഉണ്ട്. ഒരു ഫിഷിംഗ് ബേ ഉണ്ട്. മാക്സിമം വാക്കിനും കാര്യങ്ങൾക്കും എല്ലാ രീതിയിലും നമുക്കൊന്ന് കൂടുതലും ഓപ്പൺ സ്പേസസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ പ്രൊജക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റൈറ്റ്, കറക്റ്റ്. ഏതൊരു പ്രൊജക്റ്റും ഷോബയുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു മാക്സിമം ഓപ്പൺ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ആ ടോട്ടൽ പ്രൊജക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായി. സോ ഇത് കൂടാണ്ട് നമുക്കിപ്പോൾ ഇവിടെ സാമ്പിൾ അപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് ശിവ പറഞ്ഞായിരുന്നു. അതെ, നമുക്ക് അതൊന്ന് കാണാം. നമുക്കൊരു 3 ബെഡ്റൂം യൂണിറ്റിന് ഒരു സാമ്പിൾ ഫ്ലാറ്റ്. സുമാസൽ, ഇതാണ് ഒരു 3 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ഉണ്ട് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന മോഡൽ ഫ്ലാറ്റ് എന്ന് പറയുന്നത്.
സോ ഇത് നിങ്ങൾ കൊടുക്കുന്ന എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡഡ്, എന്തൊക്കെ നോട്ട് ഇൻക്ലൂഡഡ് ആണ്? ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ഇതിപ്പോൾ ഒരു 2375 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 3 ബെഡ്റൂം പ്ലസ് സ്റ്റഡി പ്ലസ് മെയ്ഡ്സ് റൂം വരുന്നൊരു 3 ബെഡ്റൂം ഓപ്ഷനാണ് നമ്മളിവിടെ ഇപ്പോൾ മോഡൽ അപ്പാർട്ട്മെൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് വരുമ്പോൾ ഇത് ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ വരും. ഓക്കെ. ഈ ഒരു ഡിസൈനിൽ ഇതൊരു എൽ ഷേപ്പിലാണ് ലിവിങ് ആൻഡ് ഡൈനിങ്. സെപ്പറേറ്റ് ലിവിങ്ങും സെപ്പറേറ്റ് ഡൈനിങ്ങും ആണ്. അതെ. നമുക്കിപ്പോൾ 4 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു സ്ട്രേറ്റ് ലിവിങ് ആൻഡ് ഡൈനിങ് വരുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ, സൈസ് വൈസിൽ വരുന്നത്. 3 ബെഡ്റൂംസ് ഒക്കെ ബേസിക്കലി ഈ ഒരു സെയിം ലേ ഔട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ലേ ഔട്ടിലും ഓൾമോസ്റ്റ് സെയിം ലേ ഔട്ട് ആണ്. ഓൺലി തിങ് നമുക്കിപ്പോൾ ഒരു 1850 സ്ക്വയർ ഫീറ്റ് 1900 സ്ക്വയർ ഫീറ്റിന്റെ ഒക്കെ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതെ. സ്പെസിഫിക്കേഷൻസ് നമ്മളിപ്പോൾ കാണുന്ന അപ്പാർട്ട്മെന്റ്സിന്റെ എല്ലാം സെയിം ആണ്. ഓക്കെ. ഓൺലി ഡിഫറൻസ് ഈ പറയുന്ന ഏരിയയിലും മറ്റും വരുന്ന ഡിഫറൻസസ് മാത്രം, ചെറിയ ചെറിയ ഡിഫറൻസസ് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഫ്ലോറിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എഞ്ചിനീയർഡ് സ്റ്റോൺ ആണ് ലിവിംഗ് ആൻഡ് ഡൈനിങ് ഏരിയയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി വരും. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ എല്ലാ അപ്പാർട്ട്മെന്റ്സിനും 2 ബാൽക്കണീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. 2 ബാൽക്കണിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2 ബാൽക്കണീസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാത്തിനും ഈ ഒരു സെയിം ലിവിംഗ് റൂമിനോട് ബാൽക്കണി ഉണ്ടാവും, പിന്നെ ബെഡ്റൂമിനായിരിക്കും അടുത്ത ബാൽക്കണി അല്ലേ? സോ ഇവിടെ ഇത് ലിവിംഗ് ബാൽക്കണി വരും. സോ ഇവിടെ നമ്മളിപ്പോൾ ഇന്റീരിയേഴ്സ് ചെയ്തപ്പോൾ തന്നെ ഒരു കോഫി ടേബിളും ചെയർസ് എല്ലാം ഇട്ടതിൻ്റെ ഒരു റീസൺ തന്നെ ഈ ഫർണിച്ചർ എല്ലാം വന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്പേസ് ഉണ്ട്. സോ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാൻഡിങ് ബാൽക്കണി ആയിരിക്കില്ല, കുറച്ചും കൂടി ഫെയർലി ഒരു വലിയ സ്പേഷ്യസ് ബാൽക്കണി, ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വരുന്ന ആ ഒരു നല്ലൊരു വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഇതാണെങ്കിൽ സേഫ്റ്റി വൈസ് ആണെങ്കിൽ ഇപ്പോൾ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് റെയിലിംഗ് കൊടുത്തിരിക്കുന്നത്. സോ പിള്ളേർക്കാണെങ്കിൽ ഒരു സേഫ്റ്റി ആസ്പെക്റ്റ് ആണ് ഇവിടെ വരുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ വരിക. ഈ ഡൈനിങ് സ്പേസ് ആണെങ്കിലും ഇപ്പോൾ മാസിൽ നോക്കിയാൽ കാണാം കുറച്ച് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഡൈനിങ് ഏരിയയും ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം തീർച്ചയായിട്ടും നല്ല സ്പേഷ്യസ് ആണ്. കാരണം നമ്മൾ ഈസിയായിട്ട് ഇവിടെ 6 സീറ്റർ ഇട്ടിട്ട് പോലും ഇത്രയും സ്പേസ് ഇവിടെ ഓപ്പൺ ആയിട്ട് വീണ്ടും കിടപ്പുണ്ട്. സോ നല്ല രീതിയിലാണ് ഡിസൈൻ, അതിൻ്റെ സ്പേഷ്യസും അതിൻ്റെ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെ. ഡൈനിങ്ങിൽ നിന്ന് നമ്മൾ നേരെ കിച്ചണിലേക്ക് വരുന്നു. സോ കിച്ചൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ക്യാബിനറ്റ്സും കാര്യങ്ങളെല്ലാം ഇന്റീരിയറിൻ്റെ ഒരു പാർട്ടാണ്. ഇപ്പോൾ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന അപ്പാർട്ട്മെന്റിലാണെങ്കിൽ ടാപ്പ് ഉണ്ടാവും. ഓക്കെ. ഫുൾ വാൾ ടൈൽഡ് ആയിരിക്കും വരാം. ഫുൾ വാൾസ് ടൈലായിരിക്കും. ബിക്കോസ് കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ വാൾ ടൈൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ക്ലീൻ ചെയ്യാനും മറ്റും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ഈസി, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ നമ്മളാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്നും നെക്സ്റ്റ് നമ്മൾ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. അതെ. ഓക്കെ. യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ പറയുന്നത് പോലെ ഒരു കൗണ്ടർ സ്ലാബ് ഉണ്ടാവും, ടാപ്പ് ഉണ്ടാവും. ഇതൊരു വർക്ക് ഏരിയ സ്റ്റാൻഡേർഡ് ആണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു വെറ്റ് കിച്ചൺ ഡ്രൈ കിച്ചൺ കോൺസെപ്റ്റിലാണ് നമ്മളിപ്പോൾ നോർമലി വരുന്നത്. ഇപ്പോൾ അതൊരു ഡ്രൈ കിച്ചണും ഇതൊരു വെറ്റ് കിച്ചൺ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ യൂട്ടിലിറ്റി സ്പേസിൽ തന്നെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ പ്രൊവിഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെ. ഒപ്പം ഇവിടെ നിന്ന് നമുക്കൊരു മെയ്ഡ്സ് റൂം ഉണ്ട് വിത്ത് ആൻ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഓക്കെ. സോ മെയ്ഡിന് ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു മെയ്ഡ്സ് റൂം ഉണ്ടാവും. മെയ്ഡ്സിന് തന്നെ ആ റൂമിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ടാവും. ഓക്കെ. സോ നമ്മൾ ഇവിടുന്ന് വരുമ്പോൾ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരിക. ഓക്കെ. അറ്റാച്ച്ഡ് ആണ് ഈ ഒരു റൂം സ്പേസ് വരുന്നത്. ഇത് ആക്ച്വലി നമ്മൾ ഈ പറയുന്ന ഇന്റീരിയേഴ്സ് എല്ലാം ചെയ്ത് വാർഡ്രോബ്സ് എല്ലാം ചെയ്തിട്ടാണ് ഇതിപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി. നമ്മളിപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതിനകത്ത് ഈ ഇവിടെ ഒരു സ്പേസ് ആയിരിക്കും. ജസ്റ്റ് ഈ ഒരു വാർഡ്രോബ്സ് നിങ്ങൾ ജസ്റ്റ് ഇന്റീരിയറിന്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുകയാണ്. അതെ. ഇതിപ്പം ശോഭ ഇന്റീരിയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഈ എൻറ്റയർ അപ്പാർട്ട്മെന്റിന്റെയും ഇന്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത്. ക്ലയൻസിന് ഒരു ഓപ്ഷൻ കാണിക്കുകയാണ്. സോ എനിക്ക് ഇപ്പോൾ ഒരു ക്ലയന്റിന് നിങ്ങളുടെ ഇന്റീരിയർ ഡിവിഷന്റെ സർവീസസ് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് അവർ നിങ്ങൾ ത്രൂ തന്നെ ചെയ്യാം. ഓക്കെ. ഈ ഒരു ഇത് വിൻഡോ ആണ് പ്രൊവൈഡ്, വിൻഡോസ് ആണ്. നമ്മളിവിടെ ടോട്ടൽ ഒരു ടോപ്പ് ഹങ് വിൻഡോസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നോർമലി ഫ്ലാറ്റ്സിലൊക്കെ കാണുന്ന സ്ലൈഡിംഗ് വിൻഡോസ് അല്ല പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? അല്ല, ഇതിന് പല റീസൺസ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒന്ന് സേഫ്റ്റി, നമ്മൾ പുറത്ത് ഗ്രില്ല് കൊടുക്കുന്നില്ല, ബട്ട് നമുക്ക് ആ ഒരു സേഫ്റ്റി ഇഷ്യൂസ് അഡ്രസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മളൊരു ടോപ്പ് ഹങ് വിൻഡോസ് ആണ്.
ഈ ഫ്രെയിംസും കാര്യങ്ങളെല്ലാം ചെയ്ത്, എന്നാൽ വെന്റിലേഷനും വ്യൂവും ബ്ലോക്ക് ആവുന്നില്ല. ഇതിപ്പോൾ ഈ റൂമിന്റെ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നമുക്ക് ഇതിനകത്തുള്ള ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് ആണ്. ഉള്ള ഡിഫറൻസ് നമുക്ക് ഈ ഒരു മിറർ ഉണ്ടാവില്ല, ഈ ഒരു ക്യാബിനറ്റ് ഉണ്ടാവില്ല. ബാക്കിയുള്ള ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. സോ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ അടുത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിലെ ഒരു സ്റ്റഡി റൂം സ്പേസ് ആണ്. നമുക്കിതിനകത്ത് ഒരു സ്റ്റഡി സ്പേസ് വരുന്ന 3 bedroom അപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ പറയുന്ന 2375 2390 സ്ക്വയർ ഫീറ്റ് അപ്പാർട്ട്മെന്റ്. അതിന് സ്പെസിഫിക് ആയിട്ടാണ് ഈ ഒരു റൂം ഒരു സ്റ്റഡി സ്പേസ് ഉള്ളത്. ഈ സ്റ്റഡി സ്പേസ് ഇല്ലാത്ത 3 bedroomന് 2300 സ്ക്വയർ ഫീറ്റിന്റെ ഓപ്ഷൻസും ഉണ്ട്. അതിൽ പക്ഷേ മെയ്ഡ്സ് റൂം ഉണ്ടാവും. 3 bedroom പ്ലസ് മെയ്ഡ്സ് റൂം വരുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന മോഡൽ അപ്പാർട്ട്മെന്റ് 3 bedroom പ്ലസ് സ്റ്റഡി പ്ലസ് മെയ്ഡ്സ് റൂം വരുന്ന ഒരു ഓപ്ഷനാണ്. സോ ഇവിടെ നിന്ന് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന ബെഡ്റൂമിന്റെ ഓൾമോസ്റ്റ് സെയിം സൈസ് ആണ്. കിഡ്സ് ബെഡ്റൂം ആണോ? അതെ, കിഡ്സ് റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ റൂം അറ്റാച്ച്ഡ് അല്ല, കോമൺ ആണ്. അതെ, നമ്മളിപ്പോൾ 3 bedrooms ആണെങ്കിൽ 2 റൂംസ് അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതൊരു കിഡ്സ് ബെഡ്റൂം ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ളൊരു വിൻഡോ ഫ്രെയിമാണ് വരുന്നത്. സോ ഒരു വിൻഡോ കോൺസെപ്റ്റ് ആണ് സെയിം ചെയ്തിരിക്കുന്നത്. അതെ, ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മൾ ഇതിനകത്ത് കോമൺ ബാത്റൂം ടോയ്ലറ്റ് എന്ന് പറയുന്നത്. സോ ഇത് ഗസ്റ്റിനും പിന്നെ ആ റൂമിനും വേണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് മാസ്റ്റർ. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ബാത്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ആണ്. 12/3 into 16/8 ആണ് ഇതിന്റെ സൈസ്. 16/8 ആണ്, മാസീവ് ബെഡ്റൂം ആണ്. അതെ, നമ്മളിപ്പോ ഇവിടെ ഈ വാർഡ്രോബ്സ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് കൊണ്ടിട്ടാണ് അവിടെയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതെ, ഇന്റീരിയേഴ്സിന്റെ പാർട്ടായിട്ട് നമ്മൾ ഇവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആക്ച്വൽ വാൾ വരുന്നത് നമുക്ക് ഈ ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂം ഇനിയും സ്പേഷ്യസ് ആണ്. ഇത് ചെയ്തിട്ട് തന്നെ ഇത്രയും വളരെ സ്പേഷ്യസ് ആയിട്ടാണ് നിൽക്കുന്നത്. വെൽ ഡിസൈൻഡ് ആയിരിക്കും നമ്മുടെ എല്ലാ പാർട്ടും. തീർച്ചയായിട്ടും, കാരണം ആ പ്ലാൻ ആണെങ്കിലും നമുക്ക് മനസ്സിലാവും അത് എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആർക്കിടെക്ട്സ് ആണെങ്കിലും ആ ഒരു സ്പേസ് യൂട്ടിലൈസേഷൻ, എവിടെയും സ്പേസ് വേസ്റ്റേജ് പോകാത്ത രീതിയിലാണ് പ്ലാൻസ് വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം ഇതേ സെയിം ഫ്ലോറിംഗ് ആണ് വരിക. സ്റ്റാൻഡേർഡ് ഈ ഒരു വുഡൻ ഫിനിഷ് വിട്രിഫൈഡ് ടൈൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരി. മാസ്റ്റർ ബെഡ്റൂമിന് ഇവിടെ നിന്ന് നമുക്കൊരു ബാൽക്കണി വരുന്നുണ്ട്. ബാൽക്കണി സൈസസ് എല്ലാം ഓരോ ടൈപ്പ് ഓഫ് അപ്പാർട്ട്മെന്റ് അനുസരിച്ചിട്ട് ഡിഫർ ചെയ്യും. പക്ഷെ ഇവിടെയും ഒരു കോഫി ടേബിള്, 2 ഇത് ചെയർസും സെറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല സ്പേസ് വീണ്ടും ഉണ്ട്. അതെ, നമുക്കതല്ലാതെ വരുന്ന ഫുൾ കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണീസ് വരുന്ന ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ക്ലയന്റിന് ചൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട് വരുന്നത്. ശോഭ ഇന്റീരിയർ ഡിവിഷൻ തന്നെയാണ് ഈ പറയുന്ന ടോട്ടൽ ഇന്റീരിയർ എല്ലാം ചെയ്തിരിക്കുന്നത്. സോ വൺസ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ക്ലയന്റിന് ചൂസ് ചെയ്യാം. ഇപ്പം ഞങ്ങളുടേതാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഇപ്പം ഇന്റീരിയർ ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലാർജ് ഡിവിഷനാണ്. വി ഹാവ് അവർ ഓൺ വുഡൻ ഫാക്ടറി ഇൻ ബാംഗ്ലൂർ. നമ്മളെല്ലാം നേരത്തെ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ പറയുന്നത് പോലെ എല്ലാം നമ്മൾ തന്നെയായിട്ട് ഇൻഹൗസ് ചെയ്യുന്നൊരു ഡിവിഷനാണ് ഇന്റീരിയർ ഡിവിഷനും. സോ അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലയൻറ്റിനുണ്ട്. ആ അറ്റ്ലാന്റിസ് എന്ന പ്രൊജക്റ്റിൽ ഈ പറയുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ക്ലയന്റിനെ സംബന്ധിച്ചിട്ട് എൻഡ് ഓഫ് ദി ഡേ ഒരു വീടാണ്, പലരുടെയും സ്വപ്നമാണ്, ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ ആ ഒരു സെന്റിമെന്റ്സ് എപ്പോഴും ഈ പറയുന്ന ഒരു ഇൻഡസ്ട്രിയിലും ഈ ഒരു പ്രൊഡക്റ്റിലും ഉണ്ട്. സോ എപ്പോഴും അവരെ സംബന്ധിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് കിട്ടണം എന്നുള്ളത് തന്നെയാണ്. സോ ആ ഒരു കാര്യത്തിൽ ക്ലയന്റിന് വളരെ 100% കോൺഫിഡൻസോട് കൂടി എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഒരു പ്രൊജക്റ്റാണ്, ഒരു ബിൽഡറാണ് ശോഭ എന്ന് പറയുന്നതും. സോ ഈ ഒരു പ്രൊജക്റ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളിപ്പോൾ ഒരു റെഡി ടു മൂവ് ഇൻ അപ്പാർട്ട്മെന്റ് പ്രൊജക്റ്റ് അല്ല, ഒരു ഓൺ ഗോയിങ് പ്രൊജക്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ 2026 നമ്മൾ കംപ്ലീറ്റ് ആവുന്നത്. സോ ആ ഒരു ടൈം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിട്ട് ഇന്ന് എറണാകുളത്ത് എടുക്കാൻ പറ്റുന്ന, കൊച്ചിയിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ചോയ്സ് തന്നെയായിരിക്കും തീർച്ചയായിട്ടും അറ്റ്ലാന്റിസ്. 3 years വെയിറ്റ് ചെയ്താലും ഇറ്റ്സ് വർത്ത് ദ വെയിറ്റ്. ഇന്നത്തെ കാലത്ത് ഇപ്പം ഈ ഒരു ഇൻഡസ്ട്രീനെ സംബന്ധിച്ച് ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടറാണ്. നീ പറയുന്ന ഫൈനൽ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറാണ്. വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ. ഇപ്പം ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ബിൽഡർ, അത് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ബിൽഡർ, കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റിൽ ആ ഒരു കൈൻഡ് ഓഫ് ക്വാളിറ്റി ഓഫർ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരെയും സംബന്ധിച്ചിട്ട് അതൊരു വലിയൊരു ഫാക്ടറാണ്. തീർച്ചയായിട്ടും. സോ ആ രീതിയിലെല്ലാം തന്നെ തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഒരു ആൻസർ തന്നെയായിരിക്കും ശോഭ എന്ന് പറയുന്നത്. കാരണം നമുക്ക് വീട് എന്ന് പറയുന്ന നേരത്തെ നമുക്ക് എപ്പോഴും
മാറ്റാൻ പറ്റില്ലല്ലോ. അതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോ ഇറ്റ്സ് വെരി ക്ലോസ്ലി ഒരു ജോയിൻ്റ്ലി എടുക്കുന്ന ഒരു ഫാമിലി ഡിസിഷനും കൂടിയാണ്. സോ ഇറ്റ്സ് എൻ ഇമോഷൻ. താങ്ക് യു ശിവ. സോ വൺസ് അഗൈൻ നമ്മളിന്ന് ഇവിടെ കണ്ടത് ശോഭ അറ്റ്ലാന്റിസിൻ്റെ വിശേഷങ്ങളാണ്. സോ വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷനും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വാക്ക് ത്രൂ ആണ് ഇന്ന് നമുക്ക് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടും ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മളിന്നിവിടെ കണ്ടത്. സോ തീർച്ചയായിട്ടും ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും they can come, they can experience and they can take a decision because you won't regret it. And കൂടുതൽ ഡീറ്റെയിൽസിനായി അല്ലെങ്കിൽ if you want to know more details, if you want to visit the site and for special offers, please get in touch with the below number. Thank you so much and have a good day.